SK ചാനലിലേക്ക് സ്വാഗതം. KSR, KER, സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ കുരുവിള എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആരാണ് സംരക്ഷണാനുകൂല്യത്തിന് അർഹരായവർ? ആർക്കൊക്കെയാണ് സംരക്ഷണം? പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സ് ആര്? പ്രൊട്ടക്റ്റഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ആര്? കുട്ടികളുടെ എണ്ണം മൂലം ജോലി നഷ്ടപ്പെടുന്നവർ ആര്? വർഷങ്ങൾ പഴക്കമുള്ള അധ്യാപക വിദ്യാർത്ഥി അനുപാതം, അതുമൂലം ജോലി നഷ്ടപ്പെടുന്ന അധ്യാപകർ ഏറെ. ആവശ്യത്തിലധികം യോഗ്യതകളും അധ്യാപന പരിചയമുള്ളവർ പുറത്തു പോകുന്നത് വേദനാജനകം തന്നെ. അധ്യാപക വിദ്യാർത്ഥി അനുപാതം പുതുക്കി നിശ്ചയിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആർക്കൊക്കെയാണ് ജോലി സംരക്ഷണം ലഭിക്കുക എന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിവരിക്കുന്നത്. ജൂൺ 21 സമുന്നയിലൂടെ ഫിക്സേഷൻ നടപടികൾ സ്കൂളുകൾ പൂർത്തീകരിക്കണമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം ഇറക്കിയ സർക്കുലർ പറയുന്നു. അതിനുശേഷം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസുകളിൽ സ്റ്റാഫ് ഫിക്സേഷൻ്റെ നടപടികൾ തുടരുന്നതാണ്. സംരക്ഷണാനുകൂല്യമുള്ള ജീവനക്കാരെ ജൂലൈ 10 തന്നെ സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ തനത് ജില്ലയിൽ പുനർവിന്യസിക്കേണ്ടതാണെന്ന് 9/6/2025 പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം പുറത്തിറക്കിയ സർക്കുലർ പറയുന്നു. ജില്ലയിൽ പുനർവിന്യസിക്കപ്പെടാൻ കഴിയാത്ത സംരക്ഷിത ജീവനക്കാരെ അന്തർജില്ലാ പുനർവിന്യാസം നടത്തണം. ജില്ലയിലെ ബന്ധപ്പെട്ട കാറ്റഗറിയിലെ ജൂനിയറെയാണ് അന്തർജില്ലാ പുനർവിന്യാസത്തിന് പരിഗണിക്കേണ്ടത്. ഇങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് 11/7/2025 തന്നെ സമർപ്പിക്കണമെന്നും 9/6/2025 പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ വ്യക്തമാക്കുന്നു. സംരക്ഷണ ആനുകൂല്യത്തിന് അർഹരായവർ ആരൊക്കെ? 31/3/2011 നിയമന അംഗീകാരത്തോടെ റെഗുലർ സർവീസിൽ തുടരുന്ന അധ്യാപക അനധ്യാപകർ. അധ്യാപക പാക്കേജ് വഴി 1/6/2011 മുതൽ നിയമന അംഗീകാരം ലഭിച്ച അധ്യാപകർ. മുൻകാല സംരക്ഷണ ഉത്തരവുകൾ വഴി സംരക്ഷണം ലഭിച്ച നിലവിലുള്ള അധ്യാപക അനധ്യാപകർ. അധ്യാപക പാക്കേജ് വഴി ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായി നിയമിക്കപ്പെട്ട അധ്യാപകർ തസ്തികയില്ലാതെ തന്നെ അധ്യാപക പാക്കേജ് വഴി മറ്റ് സ്കൂളുകളിലേക്ക് പുനർവിന്യസിപ്പിച്ച് ശമ്പളം വാങ്ങി വരുന്ന സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ. 2011-12 മുതൽ 2014-15 വരെ രാജി, മരണം, റിട്ടയർമെൻറ്റ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ എന്നീ റെഗുലർ തസ്തികകളിൽ നിയമിക്കപ്പെട്ടതും 2011-12 വർഷം രാജി, മരണം, റിട്ടയർമെൻറ്റ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ എന്നീ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ടവർക്കും നിലവിലുള്ള അധ്യാപക വിദ്യാർത്ഥി അനുപാതമനുസരിച്ച് നിയമന അംഗീകാരം ലഭിച്ചവരുമായ അധ്യാപകർ. 2012-13, 2013-14, 2015-15 വർഷങ്ങളിൽ നിലവിലുള്ള അധ്യാപക വിദ്യാർത്ഥി അനുപാതമനുസരിച്ച് നിയമനങ്ങൾ അംഗീകാരം ലഭിച്ചതായ അധ്യാപകർ. 2011-12 മുതൽ 2014-15 വരെ അധിക തസ്തികകളിൽ നിയമിക്കപ്പെട്ടവർക്കും സംരക്ഷണം 31/3/2021 മുതൽ സംരക്ഷണം നൽകാൻ നിലവിൽ ഉത്തരവുണ്ട്. ഉത്തരവ് നമ്പർ 8/2022, ജനറൽ എഡ്യൂക്കേഷൻ, തീയതി 14/7/2022. സംരക്ഷണം ലഭിച്ചവരിൽ 5/8/2022 പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവിലെ ലിസ്റ്റിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്.
26/9/2024 സർക്കാർ ഉത്തരവ് പ്രകാരം പീരീഡ് അടിസ്ഥാനത്തിൽ തസ്തിക നിർണയം നടത്തുമ്പോൾ 2015 ശേഷം നിയമിതരായി പുറത്താകുന്ന ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപകർ. ഇങ്ങനെ തസ്തിക നിർണയം നടത്തുമ്പോൾ തസ്തിക നഷ്ടപ്പെടുന്നതും സംരക്ഷിത പുനർവിന്യാസത്തിന് അർഹതയുള്ളതുമായ ജീവനക്കാരെ മാതൃജില്ലയിൽ ഒഴിവുള്ള തസ്തികകളിൽ സീനിയോറിറ്റി പ്രകാരം ജൂലൈ 10 തന്നെ പുനർവിന്യസിക്കണമെന്നും മാതൃജില്ലയിൽ ഒഴിവില്ലാത്ത പക്ഷം ജൂലൈ 11 വിദ്യാഭ്യാസ ഡയറക്ടറെ രേഖാമൂലം അറിയിക്കേണ്ടതുമാണെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു. പുനർവിന്യാസത്തിന് അർഹതയുള്ള ജീവനക്കാരൻ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ പരിധിയിലുള്ള ആളാകിയാൽ പ്രസ്തുത മാനേജ്മെൻറ്റിൽ തസ്തിക ലഭ്യമല്ലാത്തതിനാൽ പുനർവിന്യസിപ്പിക്കേണ്ടതായി വരികയും ചെയ്താൽ പ്രസ്തുത വിവരം ജീവനക്കാരൻ നിലവിൽ സേവനത്തിലായിരിക്കുന്ന ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് ആ സ്കൂളിൻ്റെ മാനേജർ താഴെ പറയുന്ന തരത്തിലുള്ള സത്യപ്രസ്താവന ജൂലൈ 5 നൽകേണ്ടതാണ്. മാനേജർമാരുടെ സത്യപ്രസ്താവന: തസ്തിക നഷ്ടമായ നിയമനാംഗീകാരമുള്ള ജീവനക്കാരനെ നിലനിർത്താൻ എൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പരിധിയിലുള്ള മറ്റു സ്കൂളുകളിൽ ഒഴിവുകൾ ഒന്നും തന്നെ ലഭ്യമല്ലെന്നും പ്രസ്തുത കാറ്റഗറിയിൽ തസ്തിക നഷ്ടമായ ജീവനക്കാരനേക്കാൾ ജൂനിയറോ നിയമനാംഗീകാരം ഇല്ലാത്തതോ ആയ ആരും തന്നെ എൻ്റെ മാനേജ്മെൻറ്റിലെ മറ്റു സ്കൂളിൽ തുടരുന്നില്ലെന്നും ഇതിനാൽ പ്രസ്താവിച്ചു കൊള്ളുന്നു. ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് മാനേജർമാരുടെ സത്യപ്രസ്താവന ജൂലൈ 5 ഉപവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയെങ്കിൽ മാത്രമേ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലുള്ള അധ്യാപകർക്ക് ഈ തരത്തിൽ സംരക്ഷണം ലഭിക്കുകയുള്ളൂ. താങ്ക് യു.